പത്മേ, ഇങ്ങോട്ടൊന്ന് വന്നേ. ഇതാ നീ അന്വേഷിച്ചിരുന്ന ആള് വന്നിരിക്കുന്നു. ബൈക്കിൽ നിന്നും ഇറങ്ങുന്ന വിഷ്ണുവിനെ കണ്ട് വിശ്വൻ അകത്തേക്കു നോക്കി പറഞ്ഞു. വിഷ്ണു ജോലി ചെയ്യുന്ന ബാങ്കിലെ മാനേജരാണ് വിശ്വൻ. അദ്ദേഹത്തിന്റെ ഭാര്യയായാണ് പത്മജ. ഇവർക്കു രണ്ടുപേർക്കും ചേർന്ന് ഒരു മകനാണ് ഉള്ളത്. ആൾ കല്യാണവും കഴിച്ച് അമേരിക്കയിൽ സെറ്റിലാണ്. ഇവർക്കു രണ്ടുപേർക്കും വിഷ്ണുവിനോട് ഒരു പ്രത്യേക അടുപ്പവും വാത്സല്യവും ഉണ്ട്. അവൻ തിരിച്ചും അങ്ങനെ തന്നെയാണ്. വിശ്വൻ പറഞ്ഞത് കേട്ട് വിഷ്ണു ഒരു ചിരിയോടെ സിറ്റൗട്ടിലേക്കു കയറി. അപ്പോഴേക്കും പത്മജ അകത്തുനിന്നു അവിടേക്കു വന്നു. നിനക്ക് ഇങ്ങോട്ടൊക്കെയുള്ള വഴി ഓർമ്മയുണ്ടോ? പത്മജയുടെ മുഖത്ത് പരിഭവം നിഴലിച്ചു. വിഷ്ണുവിന് അത് മനസ്സിലാവുകയും ചെയ്തു. അതെന്ത് ചോദ്യമാ? അവൻ പത്മജയെ ചേർത്തു പിടിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഇപ്പോ പഴയപോലൊന്നും അല്ല. എത്ര ദിവസായി നിന്നെ ഈ ഭാഗത്തേക്ക് ഒന്ന് കണ്ടിട്ട്. കുറച്ച് തിരക്കിൽ പെട്ടുപോയതല്ലേ? അല്ലാതെ ഇങ്ങോട്ട് വരാൻ എനിക്കും ആഗ്രഹം ഇല്ലാഞ്ഞിട്ടാണോ? എന്റെ വിഷ്ണു നിന്നെ ഇങ്ങോട്ട് കാണുന്നില്ലെന്നും പറഞ്ഞ് ഇവൾ എനിക്ക് ഒരു സമ്മാധാനവും തന്നിട്ടില്ല എന്നും പറയും. ബാങ്കിൽ നിന്നെ കൈയോടെ കൂട്ടിവരാൻ വിശ്വൻ പറഞ്ഞു. നേരാണോ? അവൻ പത്മജയെ നോക്കി. അല്ല നുണ. കൊഞ്ചാതെ ഇങ്ങോട്ട് വാടാ ചെക്ക. ആദ്യം ഇതു പിടിച്ചേ. വിഷ്ണു കൈയിൽ പിടിച്ചിരുന്ന കവർ പത്മയെ ഏൽപ്പിച്ചു. എന്താടാ ഇത്? പത്മ ആ കവർ തുറന്നു നോക്കി. വീട്ടിൽ ഉണ്ടായ കപ്പയെ ഇങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോ അമ്മ തന്നുവിട്ടതാ. നല്ലവണ്ണം വേവുന്നതാ. അതു കലക്കി കപ്പയും മീൻകറിയും കഴിച്ചിട്ട് കുറച്ചായി. വിശ്വൻ അത് പറയുമ്പോൾ വായിൽ വെള്ളം നിറഞ്ഞിരുന്നു. പത്മജ വിഷ്ണുവിന്റെ കൈയും പിടിച്ച് നേരെ അടുക്കളയിലേക്കു പോയി. മുന്നിലെ പ്ലേറ്റിൽ നിന്നും ഒരു ഉണ്ണിയപ്പം എടുത്ത് അവൻ കുഴിച്ചു. ഉണ്ണിയപ്പം കൂടാതെ അച്ചപ്പവും മുറുക്കുമെല്ലാം അവന് കഴിക്കാനായി പ്ലേറ്റിലേക്ക് പത്മജ വെച്ചു. എല്ലാം അവർ തന്നെ ഉണ്ടാക്കിയതായിരുന്നു. ഹോ, ഈ ടേസ്റ്റ് ഞാൻ വല്ലാണ്ട് മിസ് ചെയ്തിരുന്നെന്ന് ഇപ്പോഴാ അറിയണത്. വിഷ്ണു സ്ലേബിനു മുകളിലേക്ക് കയറിയിരുന്നു. അവൻ ആസ്വദിച്ചു കഴിക്കുന്നത് പത്മജ് ചിരിയോടെ നോക്കിയിരുന്നു. നിന്റെ ആ സുഹൃത്തിന്റെ നിശ്ചയം മുടങ്ങിയല്ലേ? വിശ്വേട്ടൻ പറഞ്ഞു. ഞാൻ അറിഞ്ഞിരുന്നു കുറച്ചു ദിവസം അതിന്റെ തിരക്കിലും പെട്ടു. പക്ഷേ എന്തു ചെയ്യാം? അത് അങ്ങനെയും ആയി. ഓരോന്നും ദൈവം വിധിച്ച പോലെ നടക്കൂ. വിശ്വൻ അപ്പോഴാണ് അവിടേക്ക് വന്നത്. എന്തായി, നിന്റെ പിണക്കം ഒക്കെ മാറിയോ? വിശ്വൻ പത്മജയെ നോക്കി കളിയോടെ ചോദിച്ചു. എനിക്ക് ഒരു പിണക്കവും ഇല്ല. അല്ലേട്ടാ? വിശ്വൻ പത്മ കാണാതെ വിഷ്ണുവിനെ ആഗ്യം കാട്ടി പുറത്തേക്ക് വിളിക്കുകയാണ്. ദേ വിശ്വട്ടെ, എന്താ പെട്ടെന്ന് ഒരു കഥകളി? പത്മ കൈയോടെ പിടിച്ചതും വിശ്വൻ അവിടെ നിന്നു പരുങ്ങി. വിഷ്ണുവിന് അപ്പോഴേക്കും ചിരിപൊട്ടി. ഞാൻ എന്താ ചെയ്തേ? വിശ്വൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ നിന്നു. ദേ, ആ കുപ്പി കണ്ടിട്ടുള്ള കഥകളി ആണെങ്കിൽ വേണ്ട, ആ വെള്ളം അങ്ങ് മാറ്റിവെച്ചേക്ക്. എന്താടോ പത്മമേ? താന്റെ വർത്തമാനം കേട്ടാ തോന്നും ഞാൻ എന്നും കുടിക്കാറുണ്ടെന്ന്. ഇടയ്ക്ക് എപ്പോഴേലും മാത്രം ഉള്ളതും കൂടെ മുടക്കുന്നത് വല്ലാത്ത കഷ്ടം തന്നെയാ. വിശ്വൻ ഒന്ന് നിർബന്ധിക്കടാ എന്ന രീതിയിൽ വിഷ്ണുവിനെ നോക്കി. ആന്റി പാവം, വിഷ്ണു എന്നത്തെയും പോലെ ഒന്നു സമ്മതിയാ നിനക്കാവും എന്റെന്ന് വിഷ്ണു പറഞ്ഞു. പത്മ വിഷ്ണുവിന് താക്കീത് നൽകി. പത്മയുടെ സമ്മതം വിശ്വനിൽ സന്തോഷം വരുത്തി. തേങ്കസ് പൊണ്ടാട്ടി, ഡാ കുറച്ച് തണുത്ത വെള്ളവും എടുത്തു വാ, ഞാൻ അവിടെ കാണും. പത്മയെയും പിന്നീട് വിഷ്ണുവിനെയും നോക്കി പറഞ്ഞ് വിശ്വൻ അവിടെ നിന്നും പോയി. വിഷ്ണു വിശ്വന്റെ അടുത്തേക്ക് പോകാനായി എഴുന്നേറ്റു. ദാ ഫ്രിഡ്ജിൽ ഉണ്ടാകും വെള്ളം, പത്മ പറഞ്ഞു. അവൻ ഒരു ചിരിയോടെ വെള്ളം എടുത്ത് അവിടൻ വേഗം സ്ഥലം വിട്ടു. വിശ്വൻ ഇരിക്കുന്നതിനു മുന്നിലെ ചെയറിലേക്ക് വിഷ്ണു ഇരുന്നു. കൈയിൽ ഉണ്ടായിരുന്ന വെള്ളം നിറച്ച ബോട്ടിൽ അവൻ ടേബിളിനു മുകളിൽ വെച്ചു. മുന്നിൽ ഇരിക്കുന്ന ഫോറിൻ മദ്യകുപ്പി വിശ്വൻ കൈയിൽ എടുത്ത് അടപ്പ് തുറന്നു. ശേഷം അത് ഒന്ന് മണത്തു നോക്കി. ആഹ്, ജർമ്മന, എന്റെ ഒരു പഴയ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാ. വിശ്വൻ അത്രയും പറയുന്നതിനോടൊപ്പം മുന്നിലെ 2 ഗ്ലാസ്സിലേക്ക് ആ കുപ്പിയിൽ നിന്നും മദ്യം പകർന്നു. ശേഷം പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച ശേഷം ഇരുവരും ഗ്ലാസ് കൈയിൽ എടുത്ത് ഒന്ന് മുട്ടിച്ചു. ചിയേഴ്സ്. ഒരു സിപ്പ് എടുത്ത ശേഷം വിശ്വൻ കാര്യമായ എന്തോ ചിന്തയിലാണ്. സർ, വിഷ്ണു വിളിച്ചു. വിഷ്ണു, എനിക്ക് ഒരു ട്രാൻസ്ഫർ ഓർഡർ വരാനുള്ള സാധ്യതയുണ്ട്. വിഷ്ണു സംശയത്തോടെ അദ്ദേഹത്തെ നോക്കി. എന്താ സാർ പെട്ടെന്ന് ഇങ്ങനെ? നെല ഗ്രൂപ്പിന്റെ കുറച്ച് ട്രാൻസാക്ഷനും മറ്റും നമ്മൾ ബ്ലോക്ക് ചെയ്തില്ലേ, അതിനുള്ളതാവും. എന്നെ മാറ്റി അവർക്ക് പറ്റിയ ഒരാളെ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ ഹെഡ് ഓഫീസിൽ പ്രഷർ ഉണ്ടെന്നാ എനിക്ക് കിട്ടിയ വിവരം. അങ്ങനെ ഒരു ട്രാൻസ്ഫർ ഓർഡർ വന്നാ ഞാൻ റിസൈൻ ചെയ്യും. സാറെന്താ ഈ പറയണേ? റിസൈൻ ചെയ്യേ?
വയ്യടോ ഈ പ്രായത്തിലും ഇനി അവിടെ ഇവിടെ പോയി അലയാൻ. അല്ലെങ്കിലും ഇനിയും ആർക്കുവേണ്ടിയിട്ടാ സമ്പാദിച്ചു കൂട്ടണത്? അവൻ എന്തായാലും അവിടെ സെറ്റിലായി. പിന്നെ എനിക്കും അവൾക്കും കഴിയാനുള്ളത് ഉണ്ടാന്നും പിന്നെന്താ? ഗ്രൂപ്പിന് എതിരെയുള്ള തെളിവുകൾ എന്തായാലും പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇനിയും ഓരോ പ്രശ്നങ്ങളായി വരും. അവരെ നേരിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം വിഷ്ണു. അവർക്ക് എല്ലായിടത്തും നല്ല ഹോൾഡാണ്, അതുകൊണ്ട് സൂക്ഷിച്ചാവണം എല്ലാതും. വിശ്വൻ ഓർമ്മിപ്പിച്ചു. പിന്നെയും അവരുടെ സംസാരം നീണ്ടു. കുറച്ചു സമയം കഴിഞ്ഞതും പത്മജ അവരെ ഭക്ഷണം കഴിക്കാനായി വിളിച്ചു. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞും അവരുടെ കൂടെ ഏറെ നേരം സമയം ചിലവിട്ടാണ് വിഷ്ണു അവിടെ നിന്നും ഇറങ്ങിയത്. ഞാൻ പറയുന്നതു വല്ലതും നീ കേൾക്കുന്നുണ്ടോ അച്ചു? ദാൻ പറയുന്നതിന് ഒന്നിന്നും ഒരു പ്രതികരണവും ഇല്ലാതെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന അശ്വതിയെ നോക്കി പ്രിയ ചെറിയ ദേഷ്യത്തോടെ ചോദിച്ചു. അശ്വതി കഴിക്കൽ നിർത്തി മുഖം ഉയർത്തി പ്രിയയെ നോക്കി. മോളെ, ഈ ഒരാലോചന വേണോ? പയ്യന് ചെറിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അല്ലേ പറഞ്ഞത്? മാധവൻ പ്രിയയെ നോക്കി ചോദിച്ചു. ഈ ഒരാലോചന അന്ന് ഞാനും വിനോദേട്ടനും പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ എതിർത്തത് അച്ഛനാ. എന്നിട്ട് ഇപ്പോ എന്തായി? 4-5 പേരിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കാര്യം ഇപ്പോ നാട്ടുകാരും വീട്ടുകാരും മൊത്തം അറിഞ്ഞു. ഇനി നല്ലൊരാലോചന ഇവൾക്ക് വരോ? പ്രിയേ, ലത താക്കീതോടെ വിളിച്ചു. അമ്മേ, ഞാൻ പറഞ്ഞു വരുന്നത് ഇവളുടെ നല്ലതിനാ. അമ്മ പറഞ്ഞ പോലെ എടുത്തു പറയേണ്ട പ്രശ്നം ഒന്നും ഇല്ല. ഒരു കല്യാണം കഴിഞ്ഞാ തീരാനുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. പിന്നെ അവർ സാമ്പത്തികമായി നല്ല ഉയർന്നവരാ, അത് ഇവൾക്ക് നല്ലതല്ലേ? പിന്നെ എല്ലാം തികഞ്ഞൊന്നും അല്ലല്ലോ ഇവളും ഇരിക്കണത്. ഒരവസ്ഥയിൽ അവർ ഈ പ്രപ്പോസ് മുന്നോട്ടു വെച്ചതു തന്നെ ഭാഗ്യം. ചേച്ചി, ഞാൻ എല്ലാം തികഞ്ഞിട്ടൊന്നും അല്ല ഇരിക്കണത്, സമ്മതിച്ചു. പിന്നെ എന്റെ നല്ലതിനു വേണ്ടിയിട്ടൊന്നും അല്ല ചേച്ചി ഈ കല്യാണത്തിന് നിർബന്ധിക്കണത്. അവർ വെച്ചു നീട്ടിയ പൈസ കയ്യിലാക്കാനല്ലേ? എനിക്കായിട്ട് ഇവിടെ ആരും കല്യാണം ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട. അശ്വതി അത്രയും പറഞ്ഞു കഴിക്കൽ നിർത്തി എഴുന്നേറ്റു. കണ്ടോ അവളുടെ അഹങ്കാരം? ഒരു നല്ല കാര്യം പറഞ്ഞപ്പോ ഞാൻ കുറ്റക്കാരിയായി. അശ്വതി പോകുന്നതും നോക്കിയാണ് പ്രിയ അത് പറഞ്ഞത്. അവളുടെ സ്ഥാനത്ത് നീയാണെങ്കിൽ ഇങ്ങനൊരു കല്യാണത്തിന് സമ്മതിക്കോ? മാധവൻ പ്രിയ നോക്കി ചോദിച്ചു. അച്ഛന്റെ ചോദ്യത്തിന് മറുപടി നൽകാൻ കഴിയാതെ അവൾ വിനോദിനെ നോക്കി. മാധവൻ അവളെ ഒന്ന് നോക്കി കൈ കഴുകാനായി എഴുന്നേറ്റു. അടുത്ത ദിവസത്തെ പകൽ. നീ എഴുന്നേറ്റോ? ഇനിയും കണ്ടില്ലെങ്കിൽ വിളിക്കാൻ വരുവായിരുന്നു ഞാൻ. ഇന്നെന്തു പറ്റി ഇത്ര താമസിച്ചേ? അടുക്കളയിലേക്ക് വന്ന അശ്വതിയെ നോക്കി ലത ചോദിച്ചു. രാവിലത്തെ ജോലി തിരക്കിലായിരുന്നു ലത അപ്പോൾ. ഇന്ന് ഓഫീസ് ഇല്ലേ നിനക്ക്? ഇന്ന് ലീവ് എടുത്താലോന്ന് വിചാരിക്കാ, അവൾ പറഞ്ഞു. ലത അവളുടെ അടുത്തേക്ക് ചെന്നു. എന്തു പറ്റി അച്ചു? സുഖമില്ലേ നിനക്ക്? അതു ചോദിക്കുമ്പോൾ ലതയ്ക്കുള്ളിൽ ഒരമ്മയുടെ എല്ലാ ആശങ്കയും നിറഞ്ഞിരുന്നു. ഇനെന്തോ പോകാൻ വല്ലാത്ത ഒരു മടി പോലെ. അവൾ ചെറുചിരിയോടെ അമ്മയെ നോക്കി പറഞ്ഞു. എന്തു പറ്റി മോളെ? ചേച്ചി ഇന്നലെ പറഞ്ഞത് ആലോചിച്ചിട്ടാണോ നീ? നിനക്കറിയില്ലേ അവളുടെ സ്വഭാവം എന്താന്ന്? അതൊന്നും അല്ല അമ്മേ. അല്ല ചേച്ചി, എവിടെ? വിനോദിന് ചായ കൊടുക്കാൻ പോയിട്ടുണ്ട്. അപ്പു എഴുന്നേറ്റണോ? ഇല്ലെന്നു തോന്നുന്നു. ഞാൻ എന്നാ വേഗം പോയൊന്നു കുളിച്ചിട്ടു വരാം. ബാക്കി ജോലി വന്നിട്ട് ഞാൻ ചെയ്തോളാം, അശ്വതി പറഞ്ഞു. രാവിലത്തെ ചായകുടിയും മറ്റു പണികളും തീർത്ത് അപ്പുവിനെ കളിപ്പിച്ചിരിക്കുമ്പോഴാണ് മുറ്റത്ത് ഒരു സ്കൂട്ടി വന്നു നിൽക്കുന്ന ശബ്ദം അശ്വതി കേട്ടത്. വന്നിരിക്കുന്ന ആളെ കാണാതെ തന്നെ അതാരെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അപ്പുവിനെയും എടുത്ത് സിറ്റൌട്ടിലേക്ക് ചെന്നു. സ്കൂട്ടിയിൽ നിന്നും ഇറങ്ങിയ ലക്ഷ്മി ഹെൽമറ്റ് മിററിൽ തൂക്കി മുന്നോട്ടു നോക്കിയപ്പോഴാണ് അപ്പുവിനെയും എടുത്തുവരുന്ന അശ്വതിയെയും കണ്ടത്. ലക്ഷ്മി അശ്വതിയുടെ ചെറുപ്പം മുതലുള്ള കൂട്ടാണ്. കുറച്ചു മാറിയാണ് ലക്ഷ്മിയുടെ വീടുള്ളത്. അച്ചു, നിന്റെ ഡ്രസ് മാറലൊന്നും കഴിഞ്ഞില്ലേ? വിളിച്ചപ്പോ പറഞ്ഞതല്ലേ ഞാൻ എത്തുമ്പോഴേക്കും റെഡിയായി നിൽക്കാൻ. അശ്വതിയുടെ അടുത്തേക്ക് ചെന്ന് ലച്ചു ചോദിച്ചു. ഒരു 10 മിനിറ്റ് ഞാൻ റെഡിയാവാം. അപ്പുസേ വന്നേ ചേച്ചി ചോദിക്കട്ടെ? അശ്വതിയുടെ കൈയിൽ നിന്നും അപ്പുവിനെ എടുത്തുകൊണ്ട് ലച്ചു പറഞ്ഞു. പ്രിയേച്ചി എവിടെ? അകത്തുണ്ട്. നീ വാ. അവർ രണ്ടുപേരും വീടിനകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയതും ആദ്യം കണ്ടത് പ്രിയയാണ്. ആരിത്, ലച്ചുമോളോ? പ്രിയ അവളെ കണ്ടതും ചോദിച്ചു. ലച്ചു മറുപടിയായി പ്രിയയെ നോക്കിയൊന്ന് ചിരിച്ചു. ഇവൾ ഇന്ന് ലീവാന്ന് അറിഞ്ഞിട്ട് വന്നതാ. എനിക്ക് ഒന്ന് ടൗണിൽ പോകണ്ട ആവശ്യമുണ്ട്. ഇവൾ എന്തായാലും ലീവല്ലേ, അപ്പോ കരുതി കൂടെ കൂട്ടാംന്ന്. ഹോ, അപ്പോ രണ്ടാളും പ്ലാൻ ചെയ്ത് ലീവെടുത്തതാണ് അല്ലേ? എന്റെ പ്രിയെ, നീയൊന്നു നിർത്ത്. പ്രിയയുടെ സംസാരം കേട്ടുകൊണ്ടുവന്നു ലത പറഞ്ഞു. അച്ചു അപ്പോഴേക്കും ഡ്രസ് മാറ്റാനായി മുറിയിലേക്ക് പോയിരുന്നു. ലച്ചു, നീ വാ, ഞാൻ ചായ തരാം. ലതയുടെ കൂടെ ലച്ചു നേരെ അടുക്കളയിലേക്ക് പോയി. പെട്ടെന്നു തന്നെ അശ്വതി ഡ്രസ് മാറി വന്നു. വേഗം തന്നെ രണ്ടുപേരും അവിടെ നിന്നും ഇറങ്ങി. പ്രിയേച്ചിടെ ഈ കൊനഷ്ടു വർത്താനത്തിന് ഒരു മാറ്റവും ഇല്ലല്ലോടി, സ്കൂട്ടി ഓടിക്കുന്നതിനിടയിൽ ലച്ചു പറഞ്ഞു. അതിനി മാറാനൊന്നും പോകുന്നില്ല. ചെറുപ്പം തൊട്ട് കേട്ട് തഴമ്പിച്ചോണ്ട് ഞാൻ അത് കാര്യമായി എടുക്കാറും ഇല്ല.
ഇന്നലെ രാത്രിയും ആ കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞിരുന്നു. ആ കല്യാണവും നടത്തി അവരുടേന്ന് കമ്മീഷനും അടിച്ചെടുക്കണം എന്ന ഒറ്റ ലക്ഷ്യമേ ഇപ്പോ പ്രിയേച്ചിക്കുള്ളൂ. നീ ഇങ്ങനെ സ്ട്രോങ്ങായി നിൽക്കുന്നോണ്ടാ അവരുടെ മുഴുവൻ അടവുകളും നടക്കാത്തത്. നിനക്ക് എങ്ങോട്ടൊക്കെയാ പോകാനുള്ളത്? ആദ്യം അക്ഷയയിൽ പോണം, പിന്നെ ബാങ്കിൽ, അത് കഴിഞ്ഞ് കുഞ്ഞി ഷോപ്പിംഗ് കൂടെ. കഴിഞ്ഞില്ലല്ലോ, നല്ലൊരു ഹോട്ടലിൽ കേറി നിന്നെ മൊത്തമായി ഊറ്റിയിട്ടേ ഞാൻ വിടൂ മോളെ. അശ്വതി പറഞ്ഞത് കേട്ട് ലച്ചു ചിരിച്ചു. അക്ഷയ സെന്ററിൽ എത്തി കാര്യപരിപാടികൾ കഴിഞ്ഞ് അവർ അവിടെ നിന്നും ഇറങ്ങി നേരെ ബാങ്കിലേക്ക് വണ്ടി തിരിച്ചു. കയ്യിലുള്ള പാസ്ബുക്ക് തന്റെ കൗണ്ടറിന് മുന്നിൽ നിൽക്കുന്ന ആൾക്ക് വിഷ്ണു തിരികെ നൽകി. ചേട്ടാ, ഒരാഴ്ച കഴിഞ്ഞ് വന്നാൽ മതി. അപ്പോഴേക്കും അക്കൗണ്ട് ഓക്കെയാകും, വിഷ്ണു പറഞ്ഞു. അയാൾ ശരിയെന്ന രീതിയിൽ തലയാട്ടി അവിടെ നിന്നും പോയി. സിസ്റ്റത്തിൽ നിന്നും നോട്ടം ബാങ്കിന്റെ എൻട്രൻസ് ഭാഗത്തേക്ക് മാറിയപ്പോഴാണ് ബാങ്കിനകത്തേക്ക് വരുന്ന അശ്വതിയെ വിഷ്ണു കാണുന്നത്. ലച്ചുവിനോട് എന്തോ പറഞ്ഞ് ചെറിയ ഒരു ചിരിയോടെയാണ് അവൾ നടന്നുവരുന്നത്. രാവിലെ അശ്വതിയെ ബസ്സിൽ പ്രതീക്ഷിച്ചെങ്കിലും കാണാത്തതിലുള്ള നിരാശ വിഷ്ണുവിന്റെ ഉള്ളിൽ മായാതെ കിടന്നിരുന്നു. തന്റെ കൗണ്ടറിനടുത്തേക്കാണ് അവർ നടന്നുവരുന്നതെന്ന് അവൻ മനസ്സിലായി. അടുത്തെത്തിയപ്പോഴാണ് അവളും വിഷ്ണുവിനെ ശ്രദ്ധിക്കുന്നത്. ഈ അക്കൗണ്ടിലെ മൊബൈൽ നമ്പർ മാറ്റണം, പിന്നെ എടിഎം കാർഡ് ഇല്ല, അതും ഒന്ന് ശരിയാക്കണം. പാസ്ബുക്ക് വിഷ്ണുവിന് നേരെ നീട്ടി. ലച്ചു പറഞ്ഞു, ഇതിന് രണ്ടിനും അപേക്ഷാ ഫോറം ഫില്ല് ചെയ്ത് തരണം. അവൻ പറഞ്ഞു. ലച്ചുവിനോടാണ് പറയുന്നതെങ്കിലും അവന്റെ നോട്ടം പലവട്ടം അശ്വതിയുടെ വെള്ളാരംക്കൽ നിറമാർന്ന കണ്ണുകൾ തേടി നീങ്ങിക്കൊണ്ടിരുന്നു. ഫോറം ദേ അവിടെ കിട്ടും. അപേക്ഷാ ഫോറം ഫിൽ ചെയ്യാനായി തയ്യാറാക്കിയ ഭാഗത്തേക്ക് ചൂണ്ടിക്കാണിച്ച് വിഷ്ണു പറഞ്ഞു. അവർ രണ്ടാളും വിഷ്ണു പറഞ്ഞ ഭാഗത്തേക്കു നടന്നു. ഫോം ഫിൽ ചെയ്യുന്ന ലച്ചുവിനോട് സംസാരിക്കുന്ന അശ്വതിയിൽ തന്നെയായിരുന്നു വിഷ്ണുവിന്റെ ശ്രദ്ധ. ഇടയ്ക്ക് 1-2 വട്ടം അവളുടെ നോട്ടവും അവന്റെ ക്യാബിന്റെ ഭാഗത്തേക്ക് നീളുന്നുണ്ടായിരുന്നു.